ഷാഫി ഗംഭീരമായി ഇലക്ഷൻ മാനേജ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ മാത്രമാണ്. മനസ്സിലായോ? അത് അനൂപ് മേനോൻ പണ്ട് സിനിമയിൽ എടുക്കാൻ പറഞ്ഞ പോലെ അനൂപ് മേനോൻ പരീക്ഷയിൽ ഫസ്റ്റ് റാങ്കാണ്. അനൂപ് മേനോൻ പറഞ്ഞിട്ടുള്ളതുണ്ട് എന്നേക്കാൾ നന്നായി പഠിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ഐ നോ ഹൗ ടു റൈറ്റ് എക്സാം, എങ്ങനെ എക്സാം കൃത്യമായിട്ട് ഭംഗിയായിട്ട് എഴുതാമെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ പരീക്ഷ, അതായത് ഇലക്ഷൻ എങ്ങനെ ഗംഭീരമായിട്ട് മാനേജ് ചെയ്യാമെന്ന് അറിയുന്ന, പി ആർ വർക്കുകൾ അറിയുന്ന, അതിനുവേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ അറിയുന്ന, അതിനുവേണ്ടി ഒരു ടീമിനെ വളരെ കൃത്യമായി തീറ്റിപ്പോറ്റുന്ന ഒരാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഷാഫി എന്ന് പറയുന്നത്. അല്ലാതെ ഷാഫി ഒരു നിലപാടുകൾ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് നിന്നൊരാളല്ല. എനിക്ക് ഷാഫിയോട് വിരോധമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു സാധാരണ നേതാക്കളിൽ ഒരാളാണ് ഷാഫി. പക്ഷേ ഷാഫി വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഷാഫി ഈ പറയുന്ന പോലെ കൃത്യമായി ഗംഭീരമായിട്ട് പി ആർ വർക്ക് നടന്നുകൊണ്ടാണ്. ഈ പി ആർ വർക്കിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാം. ഈ പി ആർ വർക്കിൽ കേരളത്തിലെ ആളുകളൊക്കെ വീണ് പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ, താങ്കളടക്കമുള്ള ആളുകൾ, താങ്കൾക്ക് ഈ പറഞ്ഞ അത്യാവശ്യം അറിവും വിവരമുള്ള താങ്കളടക്കമുള്ള ആളുകൾ വന്നിട്ട് പറയാണ് രാഹുൽ മാങ്കൂട്ടം ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുതിച്ചേറി. നിങ്ങൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനം അന്വേഷിക്കുന്നുണ്ടോ? 14 ലക്ഷത്തോളം ആളുകൾ കണ്ടു എന്ന് പറയുന്നത് മറ്റേ ചൈനീസ് പൗരന്മാരടക്കാണ്. മനസ്സിലായി? ചൈനയും മറ്റേ ബംഗ്ലാദേശ് ഉറുദു ഒക്കെ അറിയുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളടക്കാണ്. അതായത് അവരൊക്കെ മലയാളം കേട്ടിട്ട് കോരിത്തെരിച്ചു പോയി. അതും എങ്ങനെ യാതൊരു പിന്തുണയില്ല ഇപ്പൊ. ഏതാ നമ്മൾ യാതൊരു പിന്തുണയില്ല ഈ കാലത്ത്? അല്ല, ഒരു പിന്തുണയില്ല. പറഞ്ഞു അങ്ങനെ ചോദിക്കണമെങ്കിൽ ചോദ്യത്തിന് ഉത്തരം പറയാം. ഒരേ ചോദ്യം തന്നെയല്ലേ? വേറെ ചോദ്യം ഉണ്ടോ? വേറെ ചോദ്യം ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ ഉത്തരം പറയാം. ഇല്ലല്ല, ഈ പിന്തുണ എന്ന് പറയുന്നത് ഒരു പരിധി വരെ ആദ്യം ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് കൃത്രിമമായി നിർമ്മിച്ചതിന് ശേഷം താങ്കൾ ഒരു 10 കോടി രൂപ കൊണ്ടുവരും, ഞാൻ താങ്കളെ കൃത്രിമമായി ഇതുപോലെ നിർമ്മിച്ചു തരാം. നിർമ്മിച്ചതിന് ശേഷം എന്ത് ചെയ്യും, അടുത്ത ആളുകൾക്കും തോന്നും, സാധാരണക്കാർക്കും തോന്നും ഇവൻ മിടുക്കനാണെന്ന് തോന്നും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ പേര് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നവരുടെ പേര് പറയാതെ, കേരളത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വലിയ ചാനൽ നടത്തുന്ന ഒരു ആൾ വീഡിയോ ചെയ്യാണ്. കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത് കണ്ടോന്ന് വന്ന് ചെയ്യാണ്. അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കപ്പെട്ടാണ്. കാരണം അദ്ദേഹത്തിന് അറിയില്ല ഇതിൻ്റെ പുറത്ത് എന്താണ് പൊട്ടത്തരം ഉണ്ടെന്നുള്ളത്. മനസ്സിലായി? അത് നോക്കാനുള്ള കാര്യമില്ല. ഈ കഴിഞ്ഞ തവണ കേരളത്തിൻ്റെ പോളിംഗ് തന്നെ വലിയ തോതിൽ ഉയർന്നു എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ ഒരു നരേറ്റീവ് ഉണ്ടാക്കി.